ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. തൃപ്പൂണിത്തുറ SN മെട്രോ സ്റ്റേഷനും പഴയ ബസ് സ്റ്റാൻഡിനും അടുത്ത് പള്ളിപ്പറമ്പുകാവ് അമ്പലത്തിന് സമീപം ടാർ റോഡ് ഫ്രണ്ട് 2 സൈഡ് വഴിയുള്ള 7,200 സെൻറ്റിൽ 3,612 സ്ക്വയർ ഫീറ്റ് താഴെ 2 അപ്പാർട്ട്മെൻറ്റുകളും മുകളിൽ 2 അപ്പാർട്ട്മെൻറ്റുകളും അടങ്ങിയ സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റിയും സെപ്പറേറ്റ് കുടിവെള്ള ടാങ്കുകളും കിണറും ഉള്ള നല്ല കൺസ്ട്രക്ഷനിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തൃപ്പൂണിത്തുറയിൽ ഹോസ്റ്റൽ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കെട്ടിടമാണിത്. കൂടാതെ ഈ ബിൽഡിംഗ് വാങ്ങിക്കുന്നവർക്ക് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച് മറ്റ് 3 അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് മതിലിൽ നല്ല രീതിയിൽ ഡിസൈൻ വർക്ക് കൊടുത്താണ് പണിതിരിക്കുന്നത്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള പണിക്കാരെ വെച്ച് സ്വന്തം ആവശ്യത്തിന് ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ നല്ല രീതിയിലാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. ഫ്രണ്ടിൽ GIയിൽ ഒരു ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ബൈക്കുകളും 5 കാറുകളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 2 കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് കവേർഡ് കാർ പാർക്കിംഗ് ആണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ റൈറ്റ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനുള്ള നല്ല വലിയ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് മുകളിലെ ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ വിദേശത്താണ് താമസിക്കുന്നത്. നിലവിൽ മുകളിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് മാത്രമേ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 3 അപ്പാർട്ട്മെൻറ്റുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. പലരും വാടകയ്ക്ക് ചോദിക്കുന്നുണ്ട്, പക്ഷേ വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് മാത്രം. അടുത്തടുത്ത് നല്ല വീടുകളും ഫ്ലാറ്റുകളുമൊക്കെ നിറഞ്ഞ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോരോ അപ്പാർട്ട്മെൻറ്റുകളായി പരിചയപ്പെടാം. ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത് G എന്ന പേരിലുള്ള അപ്പാർട്ട്മെൻ്റ് ആണ്. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഐവറി കളറ് വെട്രിഫൈഡ് ടൈലിലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം 12 അടിയും വീതി 29 സെൻറ്റിമീറ്ററുമാണ്. സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം 12 അടി നീളവും 5.5 അടി വീതിയുമാണ്. 66 സ്ക്വയർ ഫീറ്റാണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ട് ഡോറ് തേക്കിലാണ് പണിതിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ. റൈറ്റ് സൈഡിലെ ഭിത്തിയിൽ ഒരു ഷോക്കേഴ്സ് പണിയാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ മൊത്തം ഐവറി കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സൈഡിൽ ബ്ലാക്ക് കളർ ടൈലിൽ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം 24.4 അടി നീളവും 12.5 അടി വീതിയുമാണ്. 303 സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയയുള്ളത്. ഈ ഹാളിൻ്റെ ഭാഗമായിട്ട് റൈറ്റ് സൈഡിൽ കോർണറിൽ ഒരു സ്പേസ് കാണാം. ആ സ്പേസിൻ്റെ നീളം 10 അടിയും വീതി 6 അടിയുമാണ്. 60 സ്ക്വയർ ഫീറ്റാണ് ആ ഏരിയയുള്ളത്. ബെഡ്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വാഷ് ബേസിനും 4 കള്ളികളോട് കൂടിയുള്ള ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 16.5 അടി നീളവും 11 അടി വീതിയുമാണ്. 181 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ലെഫ്റ്റ് ഭാഗത്ത് ഗ്രാനൈറ്റ് സ്ലാബിൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7.5 അടി നീളവും 5.5 അടി വീതിയുമാണ്. 41 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 15 അടി നീളവും 11 അടി വീതിയുമാണ്. 165 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ 2 ബെഡ്റൂമുകളിലും 3 കള്ളിയോട് കൂടിയ വലിയ ഓരോ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷെൽഫുകളിൽ പിന്നീട് വേണമെങ്കിൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത് ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേർഡാക്കി എടുക്കാവുന്നതാണ്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. വാളിൽ ഐവറി കളറും ഡാർക്ക് ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 11 അടി നീളവും 5 അടി വീതിയുമാണ്. 55 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്.
ഹാളിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ടാണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ അടുക്കളയാണ്. അടുക്കളയ്ക്ക് ഒറ്റപ്പാളി വുഡൻ ടൈപ്പ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അടുക്കള സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയൊന്നുമല്ല, കബോർഡ് വർക്കൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. അടുക്കളയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 9.5 അടി വീതിയുമാണ്. 95 സ്ക്വയർ ഫീറ്റാണ് അടുക്കളയുള്ളത്. ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലാണെങ്കിലും ഒരു സ്ലാബും സിങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ വലിപ്പം 10.5 അടി നീളവും 6.5 അടി വീതിയുമാണ്. 68 സ്ക്വയർ ഫീറ്റാണ് വർക്ക് ഏരിയ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് താഴെയുള്ള ഒരു 1 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ കാർപോർച്ചിലായിട്ട് മീറ്റർ ബോക്സ് ഒക്കെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് G1 അപ്പാർട്ട്മെൻറ്റ്. നേരെ കടന്നു വരുന്നത് ഹാളിലേക്കാണ്. ഈ ഹാളിൻ്റെ വലിപ്പം 13.25 അടി നീളവും 9 അടി വീതിയുമാണ്. 124 സ്ക്വയർ ഫീറ്റാണ് ഈ ഹാളുള്ളത്. ഹാളിലേക്ക് കടന്നു വരുമ്പോൾ നേരെ കാണുന്ന ഭിത്തിയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 14.5 അടി നീളവും 7.5 അടി വീതിയുമാണ്. 109 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ട് 4 കള്ളികളോട് കൂടിയ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ വൈറ്റ് കളറും ബ്ലൂ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 9 അടി നീളവും 3.5 അടി വീതിയുമാണ്. 31.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഹാളിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിവിടുത്തെ അടുക്കള. കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 6.5 അടി വീതിയുമാണ്. 65 സ്ക്വയർ ഫീറ്റാണ് ഈ അടുക്കളയുള്ളത്. ഇതാണ് ഇതിനോട് ചേർന്ന് തന്നെയുള്ള വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയയിലും ഒരു സ്ലാബും ഒരു സിങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ വലിപ്പം 10.25 അടി നീളവും 6 അടി വീതിയുമാണ്. 61.5 സ്ക്വയർ ഫീറ്റാണ് ഈ വർക്ക് ഏരിയ ഉള്ളത്. ഇവിടെ പുറത്തേക്ക് ഇറക്കുന്ന ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള മോട്ടറിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. ഇവിടെ സ്റ്റെയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു കിണർ കൊടുത്തിരിക്കുന്നത്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അതിലുള്ളത്. ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ. സ്റ്റെയറിൽ മുകളിലേക്ക് പിടിച്ച് കയറുന്നതിനായിട്ട് 2 സൈഡിലും ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് G2 അപ്പാർട്ട്മെൻറ്റ്. ഇവിടുത്തെ 3ാമത്തെ അപ്പാർട്ട്മെൻറ്റ്. ഡോറ് വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ. ഈ അപ്പാർട്ട്മെൻറ്റിന് 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമാണുള്ളത്. മൊത്തം 3 ബെഡ്റൂമുകളാണുള്ളത്. നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പാർട്ടീഷനൊക്കെ കൊടുത്ത് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഏരിയയുടെ വലിപ്പം 26 അടി നീളവും 9.5 അടി വീതിയുമാണ്. 247 സ്ക്വയർ ഫീറ്റാണ് ഈ ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. നേരെ കാണുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് 3 കള്ളികളോട് കൂടിയുള്ള ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 14.25 അടി നീളവും 9.5 അടി വീതിയുമാണ്. 135 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളിലും ഫ്ലോറിലും ഐവറി കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 5.25 അടി നീളവും 4.25 അടി വീതിയുമാണ്. 27 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളും എല്ലാ ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല ക്ലീൻ ബാത്റൂമുകളാണ്.
ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 11.5 അടി നീളവും 10.5 അടി വീതിയുമാണ്. 121 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് ഭിത്തിയിലായിട്ട് 3 കള്ളികളോടുള്ള ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6 അടി നീളവും 4.25 അടി വീതിയുമാണ്. 28.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതൊരു സ്റ്റഡി റൂം പോലെയുള്ള റൂമാണ്. ഇത് ഒരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് കോർണറിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ പഠിക്കാനും മറ്റുമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു റൂം കൂടിയാണ്. ഈ റൂമിൻ്റെ വലിപ്പം 11.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 120.5 സ്ക്വയർ ഫീറ്റാണ് ഈ റൂമുള്ളത്. ഇതാണ് ഇവിടുത്തെ അടുക്കള. കിച്ചൺ സ്ലാബ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ എൽ ഷേപ്പിലാണ് പണിതിരിക്കുന്നത്. കിച്ചൺ സ്ലാബിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണെങ്കിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സ്ലാബിലാണെങ്കിൽ നല്ലൊരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ഭാഗത്തായിട്ടൊരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുക്കളയുടെ വലിപ്പം 11.5 അടി നീളവും 10.25 അടി വീതിയുമാണ്. 118 സ്ക്വയർ ഫീറ്റാണ് അടുക്കളയുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ G3 എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ താമസക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് തുറന്ന് കാണാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഇപ്പോൾ കണ്ട G2 അപ്പാർട്ട്മെൻറ്റിൻ്റെ മോഡൽ തന്നെയാണ് ഈ G3 അപ്പാർട്ട്മെൻറ്റും പണിതിരിക്കുന്നത്. യാതൊരുവിധ വ്യത്യാസവുമില്ല. സെയിം സ്ക്വയർ ഫീറ്റും സെയിം റൂമുകളും തന്നെയാണ് ഈ G3 അപ്പാർട്ട്മെൻറ്റിലും ഉള്ളത്. ഇതാണ് മുകളിലെ ടെറസ്. മുകൾ ഭാഗം മൊത്തം ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലേക്ക് കയറുന്നതിനായിട്ട് കോൺക്രീറ്റിലുള്ള സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ അപ്പാർട്ട്മെൻറ്റുകാർക്കും ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ അപ്പാർട്ട്മെൻറ്റുകാർക്കും അലക്കുന്നതിനോ തുണിയൊക്കെ വിരിക്കുന്നതിനോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനോ അങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് 5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറ സ്റ്റാൻഡിലേക്ക് 1.5 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 4.25 കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് 1.25 കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് 3.25 കിലോമീറ്ററും നടക്കാവിലേക്ക് 6.5 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 8.5 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 6.5 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് 4.25 കിലോമീറ്ററും നേവൽ ബേസിലേക്ക് 11.5 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 6.5 കിലോമീറ്ററും കാക്കനാടേക്ക് 8.5 കിലോമീറ്ററും ന്യൂക്ലിയസ് മാളിലേക്ക് 3.25 കിലോമീറ്ററും ഫോറം മാളിലേക്ക് 7 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 1.25 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത്. ഈ 7,200 സെൻറ്റ് സ്ഥലവും 4 അപ്പാർട്ട്മെൻറ്റുകളും വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയും 2 സൈഡ് വഴിയും കൂടിയുള്ള ഈ ബിൽഡിങ്ങിന് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,40,00,000 രൂപയാണ്. റേറ്റ് നെഗോഷിയബിളാണ്. നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള ബിൽഡിങ്ങുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.